എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന യോഗയുടെ പേരാണ് അകർണ ധനുരാസനം. ഇതിന് ഈ നാമം വരാനുള്ള കാരണം ശരം തൊടുത്ത് അമ്പ് കുലച്ചു നിൽക്കുന്ന രീതിയിലുള്ള ഒരു പോസ് ആയതുകൊണ്ടാണ്. ഇത് ചെയ്യുമ്പോൾ നമ്മളുടെ ശ്വാസകോശത്തിന് കൂടുതൽ വികാസം സംഭവിക്കുന്നത് കൊണ്ട് ശ്വാസകോശ ഭിത്തികൾക്ക് നല്ല ബലവും ശക്തിയും ലഭിക്കും. അപ്പോൾ ആസ്മ പോലെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ നല്ലൊരു യോഗയാണിത്. അതുപോലെ ഹെർണിയ വരാണ്ടിരിക്കുന്നതിനും ഈ യോഗ അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഗുണം ചെയ്യും. നമുക്ക് ചെയ്തു നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി ഉരുക്ക് കാലുകൾ നീട്ടി നിവർത്തി രണ്ട് കാലും വയ്ക്കാം, അടുപ്പിച്ച് വയ്ക്കാം. ഇടത്തെ കാല് വലിച്ചു കൊണ്ടുവന്ന് വലത്തെ കാലിൻ്റെ തുടർന്ന് കയറ്റി വയ്ക്കാം. ഇടത്തെ കൈ വന്ന് വലത്തെ കാലിൻ്റെ പെരുവിരലും വയ്ക്കാം. വലത്തെ കൈ ഇടത്തെ കാലിൻ്റെ പെരുവിരലും പിടിക്കുക. ഇനി ശ്വാസം എടുത്ത് മുകളിലേക്ക് കർണത്തിൻ്റെ അവിടേക്ക് വലിച്ചു പിടിക്കുക. ഈ അവസ്ഥയിൽ ഒരു 30 സെക്കൻഡ് നിലനിർത്താം. ശ്വാസം സാധാരണ നിലയിൽ നടന്നുകൊള്ളട്ടെ. അങ്ങനെ 30 സെക്കൻഡ് കഴിഞ്ഞാൽ സാവകാശം പഴയ അവസ്ഥയിലേക്ക് വരാവുന്നതാണ്. സ്വസ്ഥമായി വിശ്രമിച്ച് വീണ്ടും നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം. വലത്തെ കാല് വലിച്ച് പിടിച്ച് വലത്തെ കൈ കൊണ്ട് ഇടത്തെ കാലിൻ്റെ പെരുവിരലും പിടിക്കാം. ഇടത്തെ കൈ വലത്തെ കാലിൻ്റെ പെരുവിരലും പിടിച്ച് ശ്വാസം വലിച്ച് ടൈറ്റ് ചെയ്ത് പിടിച്ച് 30 സെക്കൻഡ് ഇവിടെയും നിലനിർത്താം. ഇപ്പോൾ സാധാരണ രീതിയിൽ ശ്വാസം നടന്നുകൊള്ളട്ടെ. ഏകദേശം ഒരു 30 സെക്കൻഡ് ആയാൽ സ്വസ്ഥമായി കൈകളും കാലുകളും പഴയ സ്ഥിതിയിലേക്ക് വന്നോളട്ടെ. സ്വസ്ഥമായി വിശ്രമിക്കാം. ഇങ്ങനെ സ്ഥിരമായി ചെയ്തു നോക്കൂ. ഇത്തരം അസുഖങ്ങൾ വരാതിരിക്കാൻ നല്ലൊരു യോഗ മുറയാണ്.